Janahidam 2026, powered by Medline Academy, NCLEX are in classes for nurses and Alliance Gold. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയാറായിട്ടില്ല എങ്കിൽ പോലും ആദ്യത്തെ ഒരു ആകാംക്ഷയോട് കൂടി കേരളം കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥികളും കേരളവും അതുപോലെ തന്നെ ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് അവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പോസ്റ്റ് ബാലറ്റ് എണ്ണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഹാർട്ട് ബീറ്റ് ഓരോരുത്തർക്കും ഇടിക്കുന്നുണ്ട് എന്നുള്ളത്. ജയശങ്കർ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞ കണക്കിന് അഭിമാന പോരാട്ടമാണ്, പ്രത്യേകിച്ചും LDFനും UDFനും. LDFന് ഇനി ഹാട്രിക് അടിക്കുന്ന ആ ഒരു അവസരത്തിലേക്ക് പോകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. BJP ഉണ്ട്. തീർച്ചയായിട്ടും അവർ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല, അക്കൗണ്ട് നേരത്തെ തുറന്നു, പക്ഷേ 10 സീറ്റോ അല്ലെങ്കിൽ അത്രയും സീറ്റൊക്കെയാണ് അവരുടെ പ്രവചനം. ഈ ഭരണത്തിൽ ഒരു നിർണായക ശക്തിയാകും, അല്ലെങ്കിൽ തങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. എന്താണെങ്കിലും വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന ഒരു അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ 22 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 16 UDF ലീഡ് ചെയ്യുന്നത്. അതെ, ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതേ, നമുക്ക് വെറുതെ നോക്കിയാൽ മതി. ഓരോ തെരഞ്ഞെടുപ്പും അത്രമാത്രം ആകാംക്ഷയോടെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് വിട്ടുള്ളത്. ഈ രണ്ട് സാഹചര്യം 2016 അതുപോലെ 2021 സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 2026 വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ 2021 ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാര്യം അന്ന് പ്രത്യേകിച്ച് ഒരു തുടർഭരണം ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ, ആ ഒരു സമയത്തെ പ്രത്യേക സാഹചര്യം, അതായത് കോവിഡ് അല്ലെങ്കിൽ പ്രളയം, ഇതിനൊക്കെ ശേഷം വന്നൊരു തെരഞ്ഞെടുപ്പ്. അപ്പൊ അത് ഒരു ചരിത്രം തിരുത്തി കുറിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു തുടർഭരണം വീണ്ടും ലഭിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷെ ഇപ്പോൾ ആ ഒരു അവസ്ഥ അല്ല. അതെ, ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള സമയം വളരെ കുറവായിരുന്നു. കാരണം അടച്ചിട്ട മുറിക്കുള്ളിലായിരുന്നു, അല്ലെങ്കിൽ വീട്ടിനുള്ളിലായിരുന്നു. അവിടുന്ന് ആകെ കാണുന്നത് ആ സമയത്തുണ്ടാകുന്ന ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്രൈസിസ് നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആ സമയത്തുണ്ടായ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിറ്റ് അടക്കമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ആ സമയത്തേക്ക് ആ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്, അന്ന് കിറ്റ് അടക്കമുള്ള സാധനം ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾ അത് സ്വീകരിക്കുകയും അതിൻ്റെ ബോണസായിട്ടാണ് ഈ രണ്ടാം ഭരണം, അതായത് തുടർ ഭരണം ആദ്യമായി കിട്ടുന്നത്. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളല്ല, സാമൂഹ്യ സാഹചര്യങ്ങളായിരുന്നു ഏറെക്കുറെ കുറച്ചുകൂടെ അനുകൂലമായിട്ടൊരു ട്രെൻഡ് LDF സർക്കാർ ഒരുക്കി കൊടുത്തത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ജനങ്ങൾ കുറച്ചുകൂടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. UDF ഒരു പ്രധാന അലിഗേഷൻ എന്ന് പറയുന്നത് PR വർക്കിലൂടെ ജയിച്ചു എന്നുള്ളതായിരുന്നു. അതെ, PR വർക്കിലൂടെ അല്ലെങ്കിൽ കിറ്റ് കൊടുത്ത് ജയിച്ചു എന്നുള്ള സാധനം വന്നപ്പോൾ ഒരു പക്ഷേ ഒരു പരിധി വരെ അത് ശരിയാണെങ്കിൽ പോലും ഇത്തവണ അതല്ല വരുന്നത്. ഇത്തവണ കൃത്യമായി ആൾക്കാർ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, രാഷ്ട്രീയം കൃത്യമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്, രാഷ്ട്രീയം നോക്കി തന്നെയാണ് വോട്ടിട്ടുള്ളത്. ഒരു പക്ഷേ VD സതീശൻ പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റും. ആദ്യത്തെ ഒരു പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പോഴുള്ളൊരു ട്രെൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 38 LDF ലീഡ് ചെയ്യുമ്പോൾ 29 സ്ഥലത്താണ് UDF ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും LDFന് ഒരു മുൻതൂക്കം 38-30 ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകളാണ് ഉണ്ടെന്നത് നമുക്ക് വിധി പറയാൻ പറ്റില്ല ഇത് വെച്ച്. എങ്കിൽ പോലും തുടക്കത്തിൽ LDFന് അനുകൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നോക്കുന്നത് BJP ഒരു വളർച്ച എത്രത്തോളമാണ്. കാരണം BJP ഇപ്പൊ തന്നെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കൂടി അവരുടെ ശക്തി എത്രത്തോളം ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് കാണാം. 3 പാർട്ടികൾക്കും ഒരുപോലെ തന്നെയാണ്. കാര്യം വീണ്ടും തുടർഭരണം ലഭിക്കുക എന്നുള്ളത് LDFന്റെ അഭിമാന പോരാട്ടം. എന്നാൽ ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളത് UDFന്റെ ഇതിൽ ഉണ്ടാവുന്നു. എന്നാൽ ഞങ്ങളാണ് ഇവിടുത്തെ ശക്തി, ഞങ്ങളാണ് നിർണായക ശക്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് BJPയും ശക്തമായ മത്സരം 3 പാർട്ടിയും ഒരുപോലെ കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. അഭിമാന പ്രശ്നം എന്നതിനെക്കാട്ടി ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതായത് ഇന്ത്യയിൽ ഇവിടെ മാത്രമുള്ള ആ ഒരു ഭരണം നിലനിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു കാര്യം കൂടിയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ 100% ആത്മവിശ്വാസം ഇത്തവണ LDF ക്യാമ്പും UDF ക്യാമ്പും ഒരേപോലെ വെച്ച് പുലർത്തുന്നു എന്നുള്ള കാര്യം ഒരു പരിധിക്കപ്പുറത്തേക്ക് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ആത്മവിശ്വാസം തെല്ലും കുറവില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും നമ്മൾ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ LDF തന്നെയാണ് മുന്നിൽ. 46 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 33 അല്ലെങ്കിൽ 34 UDF ചുരുങ്ങിയിട്ടുണ്ട്. അത് എന്താണ് ബാദുഷാ, തുടക്കത്തിൽ എന്താ തോന്നുന്നത്? അല്ല, ഇതിനകത്തെ നമുക്ക് ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങണം. സ്വാഭാവികമായും ഉണ്ടാകുന്ന പോസ്റ്റൽ ബാലറ്റ് വരുന്നൊരു പ്രത്യേകതയാണ്. എപ്പോഴും ചിലപ്പോൾ ഈ പറഞ്ഞ LDF മുന്നിൽ നിൽക്കാറുണ്ട്. ഇത് നമുക്ക് അടുത്തിന് വോട്ട് എണ്ണി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു സാഹചര്യം മൊത്തത്തിൽ മാറാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞാൽ 36-47 നിൽക്കുന്നത്, NDA 2 നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ തന്നെ നിന്നാലും എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് സ്വാഭാവികമായിട്ടും UDF കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് സാഹചര്യം. ആ സാഹചര്യം അതാണ് ഞാൻ പറഞ്ഞത്. കുണ്ട്രയിലെ PC വിഷ്ണുനാഥ് ഏകദേശം 70 വോട്ടുകൾക്ക് മുന്നിലാണ്. അതേപോലെ തന്നെ
ആറന്മുളയിൽ വീണ ജോർജ് ലീഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ശക്തമായ ഒരു മത്സരം നടന്ന മണ്ഡലമാണ്. ഏവരും ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ്. വലിയ വിവാദങ്ങളോടൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ പറഞ്ഞ കണക്ക് വീണ ജോർജിനും അടക്കം ഈ KSUവിന്റെ യൂത്ത് കോൺഗ്രസ് മാർച്ചിലടക്കം ഉണ്ടായ സംഘർഷം കാര്യങ്ങളൊക്കെ വലിയ രാഷ്ട്രീയ കാര്യമാണ്. ഒരു മാധ്യമ പ്രവർത്തക MLA ആവുകയും അവിടെ നിന്ന് പിന്നെ മന്ത്രിയാവുകയും ചെയ്താണ്. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ തലോടുന്നതിന് പകരം തല്ലുന്ന സാഹചര്യമാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു മന്ത്രിമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ്. അതായത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 51 സ്ഥലത്താണ് LDF ലീഡ് ചെയ്യുന്നത്. 51 52 സ്ഥലത്ത് LDF ലീഡ് ചെയ്യുന്നു, 39 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു, 2 സ്ഥലത്ത് ഇപ്പോഴും NDA ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. എങ്കിൽ പോലും അതൊരു ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല. ഒന്നും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ട്രെൻഡ് എന്ന അവസ്ഥയിലേക്ക് എത്തിയില്ല. ആദ്യഘട്ട പോസ്റ്റൽ വോട്ടുകളിലെ മാത്രം ലീഡ് നിലയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ചെറിയ ആശ്വാസത്തിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യം പിന്നീട് മുന്നോട്ട് വോട്ടെടുപ്പ് പോകുമ്പോൾ അറിയാം. എങ്കിലും 52 സ്ഥലത്ത് LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഈ സാഹചര്യം ചോദിക്കാന്നല്ല, വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാവുമോ? ഹാട്രിക് അടിക്കുമോ? അല്ല, അത് ഞാനിപ്പോ ആര് നോക്കും കേരളം എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം. ഞാൻ ഇപ്പോഴും പറയുന്നത് UDFന്റെ തന്നെ സാധ്യത കൂടുതലാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിന് എൻ്റെതായ കുറെ കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ 2016 സാഹചര്യമല്ല 2021 ഉണ്ടായിരുന്നു. അപ്പം 2021 അതേ സാഹചര്യമല്ല 2024. സ്വാഭാവികമായും പറഞ്ഞതനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത് പല സ്ഥലത്തും മലയടിക്കുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ UDF തന്നെ കയറേണ്ടതാണ്. അത് എങ്ങനെ വേണം മാറി പറയാം. പക്ഷെ എന്തായാലും എന്റെ കണക്കിൽ UDF ഇത്തവണ വരുമെന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ തോന്നുന്നത്? താങ്കളൊരു UDF അനുകൂലിയാണ്? അല്ല, ഒരിക്കലുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് UDF വരുന്നത് അതിന് സ്വാഭാവിക മാറ്റം എന്നൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം കേരളത്തിൽ എപ്പോഴും നമ്മുടെ മലയാളം എപ്പോഴും പ്രബുദ്ധരാണ്. ഇവരെപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ ഇങ്ങനെ ഭരണത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് 2021 മാത്രമാണ്. അതിനൊരു മാറ്റം വന്നത്. അല്ല, വ്യക്തിപരമായി പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്കും തോന്നുന്നില്ല. മാറി വരികയാണെങ്കിൽ എപ്പോഴും കുറച്ചുകൂടി നല്ലതായിരിക്കും. അതെവിടെയൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് CPIMന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ തകർച്ചയെ കാരണം ഉണ്ടായത് ഈ പറഞ്ഞ ബംഗാളും ത്രിപുരയിലും അടക്കം വർഷങ്ങളായിട്ട് നീണ്ടുനിന്ന ചില ഭരണങ്ങൾ ചില സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ നെടുനീളത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അനന്തമായിട്ട് ഒരു പാർട്ടി തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുച്ചൂട് മുടിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിലേക്ക് ആ പാർട്ടി ചുരുങ്ങിപ്പോയി നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേസമയം NDA സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ എവിടൊക്കെ അവർ പ്രബലമായ ശക്തിയായിട്ട് നിലനിൽക്കുന്നു അവിടെയൊക്കെ വീണ്ടും പിടിച്ചെടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനുള്ള എല്ലാ അടവുകളും അവർക്ക് അറിയാം. രാഹുൽ പറഞ്ഞ നേരത്തെ ഒരു മറുപടി കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടും എനിക്കെതിരുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അലിഗേഷനാണ് താങ്കൾ ഒരു UDF അനുകൂലിയാണോ? അല്ല, നമുക്കവിടെ സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ സ്വാഭാവികമായിട്ടും സർക്കാർ നിൽക്കുമ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ തന്നെ ആയിരിക്കും എപ്പോഴും മാധ്യമങ്ങൾ നിൽക്കേണ്ട, മാധ്യമ പ്രവർത്തകർ നിൽക്കേണ്ടത്. നമ്മളോട് ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയേണ്ടി വരിക, കൂടുതൽ സാഹചര്യമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാപ്ര മുതൽ ഇങ്ങോട്ട് നിന്നുള്ള ഈ ചാപ്പ കൊത്തുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു രീതിയാണ്. നമുക്ക് ഇതിന് മുന്നേ സ്വാഭാവികമായിട്ടും നീ കമ്മിയാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നീ കൊങ്ങിയാണോ ചോദിക്കുന്ന സാഹചര്യം ഉണ്ട്. അത് സ്വാഭാവികമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മളൊരു പക്ഷത്തിനെതിരെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷത്തെ അനുകൂലിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആ പക്ഷക്കാരായി മാറുന്ന ഒരു സാഹചര്യം മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നല്ല ലീഡ് നിലയിലേക്ക് ഒന്നുകൂടെ കടക്കാം. കേരളത്തിൽ മൊത്തത്തിലുള്ളൊരു ആദ്യഘട്ട ലീഡ് നില എന്ന് പറയുമ്പോൾ LDFന് 55 സീറ്റും UDFന് നിലവിൽ 48 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA അതേപോലെ 2 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മഞ്ചേശ്വരത്തടക്കം NDA മുന്നിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആലുവയിൽ അൻവർ സാദത്ത് 64 വോട്ടുകൾക്ക് മുമ്പിലാണ്. അമ്പലപ്പുഴയിൽ അതുപോലെ സലാം 32 വോട്ടുകൾക്ക് മുന്നിലാണ്. തിരുവമ്പാടി ലിൻഡോ ജോസഫ് 15 വോട്ടുകൾക്ക് മുന്നിലാണ്. അത്തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലുള്ളൊരു ലീഡ് നില. അതിനൊരു ട്രെൻഡായിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. LDFും UDFും തമ്മിലുള്ള അന്തരം അത് കുറഞ്ഞു വരികയാണ്. LDF 56 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ 49 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. അതാണ് നിലവിലെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ്. അതാണ്, അതായത് ഇവർ തമ്മിലുള്ള അന്തരത്തിൽ ഒരു കുറവ് വന്നിരിക്കുന്നു അല്ലെ. മുമ്പ് കുറച്ചുകൂടെ സീറ്റുകളിൽ LDF ലീഡ് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കാനുള്ളത്. കാരണം UDF കയറി വരുന്നു. അതെ, തീർച്ചയായും UDF കയറി വരികയാണ്. ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം അന്തരം കുറയുകയാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ, നമുക്കിവിടെ ബാലറ്റ് ആണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് പിന്നീട് നമുക്ക് അടുത്ത വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ട്രെൻഡ് ഏതിലേക്ക് പോകുമെന്നുള്ളത് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്. പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. നേമത്ത് ശിവൻകുട്ടി മുന്നിലാണ്, അതുപോലെ ബേപ്പൂരിൽ റിയാസ് മുന്നിലാണ്. ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധ ആകർഷ അൻവർക്കയുടെ ചില പരാമർശങ്ങൾ കാരണം വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂര്. റിയാസ് ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കാതിൽ കമ്മലിട്ട് നടക്കും, മൊട്ടയടിച്ച് നടക്കും എന്ന് പറഞ്ഞൊരു സാഹചര്യമാണ്. ചങ്ങനാശ്ശേരിയിൽ ബിനു ജോബ് 28 വോട്ടിന് ലീഡ് ചെയ്യാണ്. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ജോബ് മൈക്കിളാണ് സിറ്റിംഗ് MLA. സ്വന്തം മണ്ഡലമല്ല, നാടാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ആവശ്യം കൂടുതലാണ്. അവിടെ വലിയൊരു ഫൈറ്റ് നടത്തുന്ന മണ്ഡലമാണ്. അതായത് ഈ സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരം സ്വാഭാവികമായിട്ട് നമുക്ക് അത്രയും ഇതുണ്ടാവും. ഒരു വൈകാരികമായ ഒരു അവസ്ഥ കൂടി ഉണ്ടാവും അല്ലേ. നമുക്ക് ഞാൻ കൊല്ലം മണ്ഡലമാണ്.
കൊല്ലത്ത് കൃത്യമായിട്ട് കൊല്ലം മണ്ഡലം തന്നെ. അതെ അതെ. അവിടെ ആ സ്ഥാനാർത്ഥികൾ ഇറക്കിയ അവിടെ അതുപോലെ തന്നെ ഹലോ പറഞ്ഞു. ഇവിടെ നമുക്ക് നമ്മൾ ഈ പറയുമ്പോഴേ ഈ ഇപ്പൊ ലീഡ് തന്നെ നോക്കിയത് 48-59 നോക്കിയത് LDF 48 പോയി UDF 59 ആയിട്ടുണ്ട്. കേറി വന്നു, തിരികെ വന്നു, തിരിച്ചു വന്നു അല്ലേ? പക്ഷെ അപ്പോഴും NDA 3 ലീഡ് ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇത്രയും നേരം നമ്മൾ 60 തുടങ്ങിയ സമയം മുതൽ LDF ആണ് ലീഡ് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് LDF രണ്ടാം സ്ഥാനത്തേക്ക് LDF കുതിക്കുന്നു. UDF കുതിക്കുന്നു. 59 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 11 സീറ്റുകളുടെ അന്തരം അല്ലേ? അതെ, 48ലേക്ക് LDF ചുരുങ്ങിയിരിക്കുകയാണ്. ഇതും ഒരു ട്രെൻഡാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമുക്ക് ഈ സാഹചര്യം നമുക്ക് എപ്പോഴും ഈ ഒരു പാർട്ടിയെ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷത്തെ തന്നെ എപ്പോഴും ഭരണത്തിലിരുന്ന സ്വഭാവം മലയാളികൾക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് UDF കയറി വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. 61 ആയിട്ടുണ്ടോ? 61 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 47 സീറ്റിലാണ് LDF ലീഡ് ചെയ്യുന്നത്. 3 സ്ഥലത്ത് NDA അവരുടെ ലീഡ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കാര്യമല്ല. കെ രാജൻ ഒരു മുന്നിലാണ് കേട്ടോ മന്ത്രി. ഓക്കെ 3 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അല്ല, ജോസ് കെ മാണി ഇവിടെ പിറകിലാണ്. അതുകൂടി പറയണം. ജോസ് കെ മാണി പാലായിൽ പിറകിൽ പോയിക്കാണ്, പിന്നിലാണ്. ജോസ് കെ മാണി പിന്നിലാണ്. അതും ഏവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം. ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം അല്ലെ? ഷോൺ ജോർജും മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം. ഞാനും അപ്പനും സഭയിലുണ്ടാവും എന്ന് പറഞ്ഞതാണ്. അതെ, അച്ഛനും മകനും ഞങ്ങൾ രണ്ടുപേരും സഭയിലുണ്ടാകുമെന്ന് PC ജോർജും പറഞ്ഞു, ഷോൺ ജോർജും പറഞ്ഞു. ഒരു വട്ടമല്ല, പലവട്ടം പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു. ചെറിയ ആത്മവിശ്വാസമല്ല, ചെറിയ പന്തയമല്ല വെച്ചേക്കുന്നത്. 1 കോടി രൂപയുടെ ബെറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ സാഹചര്യം വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന ദിവസം എന്ന് പറയുന്നത് നമ്മൾ TP ചന്ദ്രശേഖരന്റെ വധിക്കപ്പെട്ടിട്ട് ഇന്ന് 14 വർഷമാണ്. ആ സാഹചര്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതൊരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം TP 2012 മെയ് മാസം 4-ാം തീയതിയാണ് മരണപ്പെടുന്നത്. അതേ ദിവസമാണ് 2026 മെയ് മാസം 4-ാം തീയതിയാണ് കേരളത്തിലെ ജനവിധി അറിയുന്ന ഒരു ദിവസമായിട്ട് മാറിയിരിക്കുന്നതാണ്. ഇത് യാദൃശികമായിട്ടൊന്നുമല്ല, പക്ഷെ ഇതൊരു ഞാൻ കാണുന്നത് ഇതൊരു അവസ്ഥയാണ്. കാരണം ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യമാണ് പറയാൻ പോകുന്നത്. ഒരു പക്ഷേ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ KK രമ സ്പീക്കറാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൂടി പറയേണ്ടിരിക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി കസേരയ്ക്കും അല്ലെങ്കിൽ മന്ത്രിമാർക്കും വേണ്ടിയിട്ടാണ് ആടി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിനകത്തൊരു മധുര പ്രതികാരം കൂടിയുണ്ട്. അതുകൂടി പറയാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ TP വേട്ടയുടെ ആരാണെന്ന് നമുക്കറിയാം. അത് രാഷ്ട്രീയമാണ്. അതിന് പിന്നിൽ കുറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതേ സാഹചര്യം പിന്നീട് KK രമ ആക്രമിക്കപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ UDF ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മധുരപ്രതികാരം എന്ന് പറയുന്നത് ആക്രമിച്ചവരെ കൊണ്ട് തന്നെ സാറെന്ന് അല്ലെങ്കിൽ മാഡം എന്ന് വിളിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ലീഡ് നില പിന്നെ ഉയർന്നിരിക്കുകയാണ്. 66 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 46 സീറ്റിലാണ് LDF ലീഡ് ചെയ്യുന്നത്. അതായത് 20 സീറ്റുകളുടെ അന്തരം വന്നിരിക്കുന്നു. UDF 67ലേക്ക് ഉയർത്തിയിരിക്കുന്നു. UDF 67 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ 46 സീറ്റിലാണ് LDF ലീഡ് ചെയ്യുന്നത്. NDA ഇപ്പോഴും ആ 3 സീറ്റിന്റെ ലീഡ് നിലനിർത്തുകയാണ്. കഴക്കൂട്ടത്ത് NDA ലീഡ് ചെയ്യുന്നത് കേട്ടോ. കഴക്കൂട്ടത്ത് BJP ലീഡ് ചെയ്യുമോ? NDA കഴക്കൂട്ടത്ത് NDA ലീഡ് ചെയ്യുന്നത്. അതെ, അതാണ് ഏറ്റവും വലിയ കാര്യം. കഴക്കൂട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ശ്രദ്ധിച്ച മണ്ഡലങ്ങളൊന്നാണ്. നമുക്ക് നേമം, കഴക്കൂട്ടം, ഇതൊക്കെ അതുപോലെ മഞ്ചേശ്വരം ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട, അതുപോലെ പാലക്കാടൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വിവാദങ്ങളായ മണ്ഡലങ്ങളാണ്. BJP തന്നെ ഏറ്റവും ഒരുപക്ഷെ മുന്നോട്ട് കയറി വരാൻ സാധ്യതയുള്ള ഒന്നാം സ്ഥാനത്ത് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ LDF പറഞ്ഞ വലിയൊരു വാക്കുണ്ട്. അതായത് ഈ സിനിമാ നടന്മാർക്കൊക്കെ വന്ന് അരങ്ങ് കളിക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറഞ്ഞിടത്ത് നിന്ന് വളരെ വ്യക്തമായ പക്വമായിട്ടുള്ള മറുപടികൾ പറഞ്ഞ് ആൾക്കാരുടെ ശ്രദ്ധ നേടിയെടുത്ത ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ പറയുമ്പോഴും LDFും പലപ്പോഴും സിനിമാ താരങ്ങളെയൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട്. വിജയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മുകേഷിനെ പോലെയുള്ള ആളുകളൊക്കെ. ഗണേഷ് കുമാർ മന്ത്രി, ഒപ്പം സിനിമാ നടനാണ്. സിനിമാ നടന് ശേഷമാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ മലയാള സിനിമയുള്ള നായകന്മാരെ മത്സരിപ്പിച്ചുള്ള ആൾക്കാർ. അമ്പലപ്പുഴയിൽ G സുധാകരൻ ലീഡ് ചെയ്യുന്നു. അമ്പലപ്പുഴയിൽ ഏവരും ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ് അമ്പലപ്പുഴയിൽ G സുധാകരൻ ലീഡ് ചെയ്യുന്നു. പാലായിൽ മാണി സി കാപ്പൻ ലീഡ് ചെയ്യുന്നു. ഇതൊക്കെ ഏവരും ഉറ്റുനോക്കിയ വലിയ ചർച്ചയായ മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെ G സുധാകരന്റെ മുന്നേറ്റം എന്ന് പറയുമ്പോഴത്തേക്കും LDFന് പ്രത്യേകിച്ച് CPM വലിയ ചങ്കിടിപ്പുണ്ടാക്കുന്ന വലിയ നാണക്കേടായി മാറുന്ന ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് ലീഡ് ചെയ്യുന്നു. VN വാസവന്റെ മണ്ഡലം. മന്ത്രി VN വാസവന്റെ മണ്ഡലമാണ്. അവിടെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള നാട്ടകം സുരേഷ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. അത്തരത്തിലാണ്. നിലവിൽ 1 ഡസൻ മന്ത്രിമാരെ തോൽക്കുന്നാണ് BD സേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് വനവാസത്തിന് പോകുമോ അതോ നാട്ടിലേക്ക് വരേണ്ടി വരുന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ചയോട് കൂടിയൊക്കെ അറിയാൻ പറ്റൂലേ? ഉച്ച എന്ന പോലും നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ സംഭവിക്കാൻ പോകുന്ന അറിയുമോ? ഇനി അങ്ങോട്ട്
നോക്കിയാൽ മതി, പലയിടങ്ങളിലും LDF ലീഡ് ചെയ്യുന്ന സമയം NDA 4 ലീഡ് ചെയ്യുന്നുണ്ട്. അറിയാം, അതായത് 4 കാസർഗോഡ് AL അശ്വിനൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. 64 സീറ്റൊക്കെ അവർ ലീഡ് ചെയ്യുന്നു, 66 വോട്ടിനൊക്കെ ലീഡ് ചെയ്യുന്നു. അതെ, അതായത് 4 എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായി നോക്കണം. ഒരു കാര്യം കൂടി, ആ സീറ്റുകൾ തമ്മിലുള്ള അന്തരം വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അതായത് 64 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 55 LDF നില ഉയർത്തിയിരിക്കുകയാണ്. നാലിടത്ത് NDA ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മുന്നിലാണെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കഴക്കൂട്ടത്ത് BJP മുന്നിലാണ്, NDA മുന്നിലാണ്. കഴക്കൂട്ടത്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പിൽ VK ശ്യാമള 22 വോട്ടിന് മുന്നിലാണ്. അവിടെയും വിവാദമായ സ്ഥലങ്ങളാണ്. അതുപോലെ കൂത്തുപറമ്പിൽ പ്രവീൺ 36 വോട്ടിന് മുന്നിലാണ്. തൃശ്ശൂർ രാജൻ, UDFന്റെ രാജൻ 35 വോട്ടിന് മുന്നിലാണ്. അങ്ങനെ സാഹചര്യം, അതായത് വോട്ട് നില ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുക, നിമിഷങ്ങൾ കൊണ്ടേ ഇങ്ങനെ മാറുന്നു. മറ്റൊരു VK സനോജ് 24 വോട്ടിന് മുന്നിലാണ് LDFന്റെ. ധർമ്മടത്ത് അതേപോലെ തന്നെ പിണറായി വിജയൻ 118 വോട്ടുകൾക്ക് മുന്നിലാണെന്നുള്ള കാര്യമാണ്. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 20 വോട്ടുകൾക്ക് മുന്നിലാണ്. അത്തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ലീഡ് നില. LDF കേരളത്തിൽ 59 സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ UDF 64 സീറ്റുകൾ. കോവളം മണ്ഡലത്തിൽ M. വിൻസെന്റ് 59 വോട്ടിന് മുന്നിലാണ്. 59 വോട്ടിന് മുന്നിലാണ്. കുന്നത്താട് സജീന്ദ്രനാണെങ്കിലോ അതുപോലെ തന്നെ മുന്നിലാണ്, ലീഡ് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ 11 വോട്ടിന് മുന്നിലാണ്. അതെ, ഇടുക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അന്തരം കുറഞ്ഞു വരികയാണ്. കട്ടയിലേക്ക് എത്തുന്ന ഇഞ്ചോടിഞ്ച് 20 സീറ്റുകളുടെ അന്തരം ഇരുവരും തമ്മിൽ, രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നിസ്സാരം സീറ്റുകളിലേക്ക്, 9 സീറ്റോളം വ്യത്യാസം മാത്രമേ ഉള്ളൂ നിലവിൽ. UDF തമ്മിലുള്ള ഒരു അന്തരം 58 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 65 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. NDA 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാവേലിക്കയിൽ ഉൾപ്പെടെ LDF ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെ MS അരുൺകുമാർ 58 വോട്ടുകൾക്ക് പറഞ്ഞോളൂ. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 14 വോട്ടിന് മുന്നിലാണ്. കെ സുരേന്ദ്രൻ ഈ പറഞ്ഞ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ എന്തെങ്കിലും ഒരു സീറ്റ് കൂടെ നേടാൻ സാധിക്കുമോ കേരളം ഭരിക്കുന്ന ആര് തീരുമാനിക്കുന്നത് നടക്കമാണുള്ളതായിരുന്നു വാദങ്ങളില്ലേ. ശിവൻകുട്ടി നേമത്ത് 38 വോട്ടിന് മുന്നിലാണ് കേട്ടോ. ശിവൻകുട്ടി മന്ത്രിയായിരുന്ന ശിവൻകുട്ടി പ്രസ്റ്റീജ് മണ്ഡലമാണ്. അവിടെ ഏത് വിധേനയും CPM നിലനിർത്തിയേ മതിയാവുള്ളൂ. ആദ്യഘട്ടങ്ങളിൽ വളരെ ട്രോളുകൾക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ടങ് സ്ലിപ്പ് കൊണ്ടൊക്കെ ട്രോളുകൾക്ക് അദ്ദേഹത്തിന്റെ സ്വാധീനം ചെലുത്തി വലിയ ജനകീയനായിട്ടുള്ള ഒരു മന്ത്രിയായിട്ട് ശിവൻകുട്ടി മാറുന്ന കാഴ്ച കണ്ടതാണ്. ആറന്മുളയിൽ അബിൻ വർക്കി 66 വോട്ടിന് മുന്നിൽ. വീണ ജോർജിന്റെ മണ്ഡലമാണ് ഏവരും ഉറ്റുനോക്കിയ മണ്ഡലം. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം 66 വോട്ടിന് UDFന്റെ സ്ഥാനാർത്ഥി അബിൻ വർക്കി 88 വോട്ട് ലീഡ് ചെയ്യുന്നു. ആറന്മുളയിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി 88 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ട മന്ത്രിയാണ് വീണ ജോർജ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പും അതുപോലെ വിവാദങ്ങൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ വാർത്താ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ചർച്ച ആയിട്ടുണ്ട്. അങ്ങനെ മണ്ഡലമാണ് ഈ പറയുമ്പോൾ നിയമം ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, ഇതെല്ലാം അതുപോലെ വിവാദമായ, അതുപോലെ വാർത്താ പ്രാധാന്യം നേടിയ മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നോക്കുന്നത് ആറന്മുളയിൽ ആലോചിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ G. സുധാകരൻ മത്സരിക്കുന്ന മണ്ഡലം. അവിടെയും എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ LDFന്റെ തന്നെ കണക്കിൽ അവർ ഏതാണ്ട് 3000 മുതൽ 6000 വരെ വോട്ടിന് G. സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് LDFന്റെ കണക്കൂട്ടലുണ്ടായിരുന്നു. അതിവിടെ എന്താ സംഭവിക്കുന്നത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഈ പാലായിൽ മാണി കപ്പൻ 154 വോട്ടിന് മുന്നിലാണ്. ഇപ്പോഴും ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വന്നിട്ടില്ല. ഇല്ല, ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും ജോർജിനെ കാണാനേ ഇല്ല. എന്താണെങ്കിലും സഭയിൽ ഞാനും അപ്പനും എത്തുമെന്ന് പറഞ്ഞ ആളാണ്. അപ്പനെ മോനെ കാണാനില്ല, അച്ഛനെങ്കിലും എത്തുമായിരിക്കും. ഇല്ല, അച്ഛനെ കാണാനില്ല. അച്ഛന്റെ കാര്യം ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ല, അച്ഛനെ കുറിച്ച് അറിവില്ല. അതെ, എന്താണെങ്കിലും ഷോൺ ജോർജിനെ അഡ്രസ് പോലും ഇല്ല പാലായില്. ജോസ് കെ മാണിയുടെ വിവരവുമില്ല. ഈ ഘട്ടത്തിൽ വരെ UDFന്റെ സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ് പാലായിൽ ലീഡ് ചെയ്യുന്നത്. വീണ്ടും ലീഡ് നില വ്യത്യാസം വന്നിരിക്കുകയാണ്. LDF 59 സീറ്റ്, UDF 67 സീറ്റ്, NDA 4 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 60 വീണ്ടും അതിൽ ചേഞ്ച് വന്നിരിക്കുന്നു. 60 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 67 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. 4 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുകയാണ്. 7 സീറ്റുകളായിട്ട് ആ ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നു. LDFും UDFും തമ്മിലുള്ള ലീഡ് നില വ്യത്യാസം 7 സീറ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അത് 5 സീറ്റായിട്ട് ചുരുക്കിയിരിക്കുന്നതാണ്. പുതുപ്പള്ളിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, പത്തനാപുരം മണ്ഡലം, അത് പറയുന്ന മണ്ഡലമാണ്. പത്തനാപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം. പത്തനാപുരത്ത് ഗണേഷ് കുമാർ തന്നെ ലീഡ് ചെയ്യുന്നു. ഈ സമീപകാലത്ത് ഇലക്ഷന് തൊട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതൊക്കെ എതിർഭാഗം വലിയ രീതിയിൽ പ്രചരണ ആയുധമൊക്കെ ആക്കിയതാണ്. പക്ഷെ അതൊന്നും പത്തനാപുരത്ത് ഏറ്റില്ല എന്ന് തോന്നുന്നല്ലേ. ഐഷ പോറ്റി മത്സരിക്കുന്നു. വിവാദമായിട്ടുള്ള ഈ പറഞ്ഞ വളരെ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ഒന്നുകൂടി തന്നെയാണ്. ഐഷ പോറ്റി പാർട്ടിയിൽ നിന്ന് പോകുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു.
എന്തായാലും അവിടെ നിലവിൽ KN ബാലഗോപാലാണ് മുന്നിൽ. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ 25 വോട്ടിന് മുന്നിലാണ്, 25 വോട്ടിന് മുന്നിലാണ്. നമുക്ക് ഓരോ സ്ഥലങ്ങളും പറയുമ്പോഴേ കൃത്യമായി വോട്ടുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. നോക്കിയാൽ മതി, പലയിടങ്ങളിലും NDA 5 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ആലോചിക്കണം, NDA 5 ഇടത്ത്, അവർ പറഞ്ഞത് 15 സീറ്റ് വരെ പിടിക്കുന്നതാണ്, ഇപ്പൊ 5 ആയിട്ടുണ്ട്, 5 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. 4-ൽ നിന്ന് ഒരു സീറ്റ് കൂടെ ഉയർത്തി അല്ലേ, 5 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നമ്മുടെ PCR ശ്രദ്ധിക്കുക, NDA 5 സീറ്റിലേക്ക് ലീഡ് ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ ഓരോ മണ്ഡലങ്ങളെ ശിവൻകുട്ടി 34 വോട്ടിന് മുന്നാണ്. നേമത്തിൽ ശിവൻകുട്ടി 34 വോട്ടിന് മുന്നാണ്. രണ്ടാം സ്ഥലത്ത് ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, ശബരിനാഥാണോ അതോ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് ഇനി അറിയാനുള്ളത്. TN പ്രതാപൻ മണ്ണൂർ 49 വോട്ടിന് മുന്നിലാണ്. പുനലൂരായിക്കോട്ടെ അജയ് പ്രസാദ്, LDF അജയ് പ്രസാദ് 243 വോട്ടിന് മുന്നിലാണ്. ഓരോ മണ്ഡലങ്ങളും എടുത്ത് പറഞ്ഞാലിക്കുന്നുണ്ട്, കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 67 ഇടത്താണ് UDF ലീഡ് ചെയ്യുന്നത്, 62 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്, 5 ഇടത്ത് കൃത്യമായി NDA ലീഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലീഡ് അറിയിക്കുന്നുണ്ട്. പാറശാലയുടെ ഒരു കാര്യം കൂടി, പാറശാലയിൽ CK കരീന്ദ്രന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനത്ത് നെയ്യാറ്റിൻകര സ്ഥലത്ത് 25 വോട്ടിന് ലീഡ് ചെയ്യുവാണ്. ഓക്കെ, നിലവിൽ നമ്മൾ മൊത്തത്തിൽ കേരളം ആകെ നോക്കുകയാണെങ്കിൽ 67 ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ 63 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ LDF മത്സരം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ അന്തരം മാത്രമാണ് സീറ്റുകളുടെ കാര്യത്തിൽ. അങ്ങനെ നിങ്ങൾ പോകണ്ട എന്നുള്ളതിൽ കൃത്യമായി LDF പിന്നാലെ തന്നെയുണ്ട്. ഇത് നമ്മുടെ NDA പറഞ്ഞ പോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ ക്യാൻസൽ എന്റെ മണ്ഡലമാണ്, 47 വോട്ടിന് ക്യാൻസൽ മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി അൻസൽ ലീഡ് ചെയ്യുന്നു, 47 വോട്ട് അല്ലേ. പറഞ്ഞൊന്ന് പൂർത്തിയാക്കില്ല. ഈ NDA പറഞ്ഞ പോലെ തന്നെ ഭരണത്തിൽ നിർണായക ഘടകം ഞങ്ങളാകും, ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് NDA പറഞ്ഞത്. ഇനി എങ്ങനെ തീരുമാനിക്കേണ്ടി വന്നല്ല, ഈ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ നോക്കിയേ, 5 സീറ്റിലാണ് NDA ലീഡ് ചെയ്യുന്നത്. 5 അതൊരു ചെറിയ കാര്യമല്ല. 5 സീറ്റിൽ ഒരു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 5 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. സമയത്ത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ഭൂരിപക്ഷം ആളുകളും കളിയാക്കിയ സാഹചര്യത്തിൽ നിന്ന് 5 ഇടങ്ങളിൽ ലീഡ് ഉയർത്തുന്ന ഒരു ആദ്യഘട്ടത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് NDA വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 66 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 64ലേക്ക് UDF ലീഡ് വീണ്ടും ഉയർത്തിയിരിക്കുന്നു. 67 ഇടത്ത് LDF ലീഡ് ചെയ്യുമ്പോൾ 63ലേക്ക് UDF ചുരുങ്ങിയിരിക്കുന്നു. NDA 4 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു, 5 എന്നുള്ളത് 4ലേക്ക് കുറഞ്ഞിരിക്കുന്നു. PCR ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ കാണിക്കുന്നത് 66 UDF എന്നുള്ളതാണ്. നിലവിൽ ഇപ്പൊ 67 ഇടത്ത് LDF ആണ് ലീഡ് ചെയ്യുന്നത്, 63 ഇടത്തേക്ക് UDF മാറിയിട്ടുണ്ട്. അതെ, കുണ്ട്രയിലെ PC വിഷ്ണുനാഥ് അതിവേഗം മാറ്റം ഉണ്ടാവുക. കുണ്ട്രയിലെ PC വിഷ്ണുനാഥ് ലീഡ് ചെയ്യുകയാണ്. BJPയുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ഇറക്കിയിട്ട് വലിയ ട്രോളുകളൊക്കെ നേടേണ്ടി വന്നൊരു മണ്ഡലം കൂടിയാണ്. ബിഗ് ബോസ് റോബിനെയൊക്കെ ഇറക്കിയിട്ട് അവര് അറിയാം, BJP പലയിടങ്ങളിലും ഇങ്ങനത്തുള്ള സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരെയാണ് ഇറക്കിയിരിക്കുന്നത്. പല സമയത്തും പക്ഷെ അവര് പറഞ്ഞ ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ വലിയ ട്രോളുകൾക്ക് വിധേയമായിരുന്നു എന്നുള്ളതാണ്. മന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ പിന്നിലാണെന്നുള്ളതാണ് നിലവിൽ വരുന്ന ആ ഒരു ലീഡ് നില. മന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ പിന്നിലാണ്. അതുപോലെ തന്നെ മന്ത്രി MB രാജേഷും ഇപ്പോൾ ലീഡ് നിലയിൽ പിന്നിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് റിയാസ് മുന്നിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നിലാണ്. അൻവർ, PV അൻവറിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ലീഡ് നില എന്താണ്, അല്ലെങ്കിൽ എത്രയാണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞായിരുന്നു, ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, അതിനുള്ള വേദിയല്ല. വളരെ പക്വമായിട്ടാണ് ആ സമയത്ത് റിയാസ് മറുപടി കൊടുത്തത്. വ്യക്തിവൈരാഗ്യത്തിനുള്ള റിയാസിന്റെ സ്പീച്ച് കൃത്യമായി പറയാറുണ്ട്. അവിടെ രാഷ്ട്രീയ പക്വതയുള്ള പരാമർശങ്ങളാണ് ഇത്തരം വിവാദങ്ങളിൽ. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ 64 വോട്ടുകൾക്ക് മണ്ഡലമാണ്. മാത്യു കുഴൽനാടൻ 64 വോട്ടുകൾക്ക് നിലവിൽ മുന്നിലാണ്. ഇപ്പോഴും LDF തന്നെയാണ് സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്നത്. 67 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 64ലേക്ക് UDF ചുരുങ്ങിയിരിക്കുന്നു. അതായത് ഇപ്പോഴും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ LDF തന്നെയാണ് മുന്നിൽ. അതെ, 66 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നത്. 66 ഇടത്ത് കൃത്യമായി നോക്കുമ്പോൾ 66 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇത് വരുന്നതാണ്, അപ്ഡേഷൻ വരുന്നുണ്ട്. കൃത്യമായി നോക്കി 67 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്. 67, 63, 4 NDA 5-ൽ നിന്ന് 4 മാറിയിട്ടുണ്ട്. ഇവിടെ UDF 64 ആക്കിയിട്ടുണ്ട്. 66, 64 അങ്ങനെയാണ് പോകുന്നത്. 66, 64, 4 നിലവിൽ കേരളത്തിൽ ലീഡ് നിലയിൽ ഈ ഘട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന കാര്യം. നെയ്യാറ്റിൻകരയിൽ ശക്തൻ 12 വോട്ടിന് മുന്നിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ മണ്ഡലമാണ്. അവിടെ മത്സരിക്കുന്ന UDF-നോട്ട് ശക്തനും കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ലീഡ് ചെയ്യുന്നു. കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണ 63 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി 127 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. ഞാനൊരു പ്രൊഡക്ഷൻ കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞോണേ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടാൻ പോകുന്ന MLA-മാരിൽ ഒരാൾ PK കുഞ്ഞാലിക്കുട്ടി. 50,000 വോട്ടിന് മേലെ പോകാൻ സാധ്യതയുണ്ട്, കൂടുതലായിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഒരുപക്ഷെ UDF-ന് ഭരണം വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി ലീഗിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കാരണമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വേണമെന്ന് ലീഗിലെ മുതിർന്ന നേതാവ് പറയുമ്പോൾ, ലീഗിലെ ഒരു പ്രധാന നേതാവ് പറയുമ്പോൾ പിന്നീട് അത് വലിയൊരു രാഷ്ട്രീയവാദങ്ങളിലേക്ക് പോയതാണ്. വർക്കലയിൽ VJoy 28 വോട്ടുകൾക്ക് മുന്നിലാണ്. വർക്കലയിൽ
വിജോയ് CPM-ന്റെ വിജോയ് 28 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. കേരളത്തിൽ നിലവിൽ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ LDF 67 ഇടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ UDF 63 സ്ഥലങ്ങളിൽ ആ ഒരു അന്തരം കുറഞ്ഞു വരികയാണ്. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. വീണ്ടും 66 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 64 ഇടങ്ങളിലേക്ക് UDF ലീഡ് ഉയർത്തിയിരിക്കുന്നു. 2 സീറ്റുകളുടെ വ്യത്യാസം. നമ്മൾ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാകുമോ, അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ തുടർ ട്രെൻഡുകൾ പോകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. NDA 4 ഇടത്ത് NDA ലീഡ് ഒരു ഘട്ടത്തിൽ 5ലേക്ക് അവിടെ ലീഡ് ഉയർത്തിയിരുന്നു. അത് ഒരു സീറ്റ് കുറഞ്ഞ് 4 എങ്കിലും 4 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അതെ അതെ, 4 നിന്ന് താഴേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ, നമുക്ക് ഈ സൈറ്റിൽ വരുന്ന വ്യത്യാസമാണെന്ന് അറിയില്ല. UDF 70 ഇടത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്, UDF 70 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, LDF 65 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, NDA ഏതാണ്ട് 4 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ സൈറ്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. മാറി പറയാൻ സാധ്യതയുണ്ട്. കാര്യം നിമിഷങ്ങൾ കൊണ്ടാണ് മാറുന്നത്, സെക്കൻഡുകളോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ തരത്തിൽ മാറ്റമുണ്ട്. കൊടുവള്ളിയിൽ PK ഫിറോസ് 28 വോട്ടിന് മുന്നിലാണ്. PK ഫിറോസ് പറയുമ്പോഴത്തേക്ക് യൂത്ത് ലീഗിന്റെ ഏറ്റവും മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ്. രാഹുലിടത്തോളം ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് എക്സിറ്റ് പോളുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ലീഡിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം പറഞ്ഞെങ്കിൽ പോലും എല്ലായിടങ്ങളിലും എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ ഏജൻസികളും UDF-ന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് വിധിയെഴുതിയത്. പക്ഷേ LDF-ലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞൊരു കാര്യം എക്സിറ്റ് പോൾ അല്ല, എക്സാക്ട് പോൾ എന്നുള്ള കാര്യമാണ് LDF-ലെ നേതാക്കൾ പറഞ്ഞത്. നമ്മൾ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ LDF നേതാക്കൾ പറഞ്ഞത് ശരിവെക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞ വലിയൊരു പോളടക്കം വീണ്ടും UDF ഏതാണ്ട് 71 അടുത്താണ് ലീഡ് ചെയ്യുന്നത്. LDF 65, NDA 4 നിരത്തിൽ പോകുന്നുണ്ട്. അത് ലീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ സൈറ്റിലെ അപ്ഡേഷൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 65 എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 65 ലീഡ് ചെയ്യുന്നു. അതെ 65 LDF ലീഡ് ചെയ്യുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെ 65 UDF-ഉം ലീഡ് ചെയ്യുകയാണ്. 4 മണ്ഡലങ്ങളിൽ ഇപ്പോഴും NDA അവരുടെ ലീഡ് കൃത്യമായി നിലനിർത്തിയിട്ടുണ്ട്. Powered by Medline Academy, NCLEX RN classes for nurses and Achayans Gold. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റർഡ് നഴ്സ് ആകാനാണോ? NCLEX RN എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട.